തനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു കുഞ്ഞു പത്തിരി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നോമ്പുകാലത്തെല്ലാം വളരെ നല്ലതാണ്, നല്ല സ്വാദാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് കാണണം, അഭിപ്രായമൊക്കെ പറയണം. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന റെസിപ്പീസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റെസിപ്പിയിലേക്ക് കടക്കാം. കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ്, അത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതിട്ട് കൊടുക്കാം. പിന്നെ ഒരു 4-5 ചുള ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പെരിഞ്ജീരകമാണ്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, അതുകൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അരക്കാനൊന്നും പാടില്ല, വെള്ളമൊന്നും ചേർക്കണ്ട, ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനത് ചതച്ചെടുത്തിട്ടുണ്ട്, ഇതുപോലെ ചതച്ചത്. അതിനെ നമുക്ക് ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഈ തേങ്ങയും പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. നല്ല തിളച്ച വെള്ളം വേണം ചേർക്കാനായിട്ട്. അപ്പോൾ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഴക്കില്ലേ, ആ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ 1 കപ്പ് പൊടിയാണ് എടുത്തത്. ഞാനൊരു 1.25 കപ്പ് വെള്ളം ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് പൊടിയും വെള്ളവും കൂടി നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന ആ പരുവത്തിനേലും കുറച്ചുകൂടി ഒന്ന് ലൂസാവണം. ഒരു 2 ടേബിൾ സ്പൂണും കൂടി കൂടുതൽ ഒഴിക്കണം. അതെല്ലാം പൊടിയുടെ തരം അനുസരിച്ചിട്ടിരിക്കും എത്ര വെള്ളം വേണമെന്നുള്ളതെല്ലാം. അപ്പോൾ എനിക്കിങ്ങനെ കൈ കൊണ്ട് എടുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് റോളാക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. എനിക്കിപ്പോൾ ഇവിടെ വെള്ളം കറക്റ്റാണ്. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് വേണം കുഴയ്ക്കാനായിട്ട്. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരുവമാകുമ്പോഴേക്കും കുഴക്കാൻ തുടങ്ങാം. ഒരു 10 മിനിറ്റിന് ശേഷം ഇത് ഞാൻ കുഴക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചെടുക്കാം. പത്തിരിക്കൊക്കെ കുഴക്കില്ല, അതേപോലെ. അപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു ചെറിയൊരു ബോളാക്കി എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ച് ഒരു ചെറിയ ഒരു ബോൾ ഉണ്ടാക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുക്കൊരു കുഴി പോലെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. കണ്ടോ, ഈ ഒരു ഷേപ്പിൽ. അപ്പോൾ ഈ പൊടിയെല്ലാം ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഉരുട്ടി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഓരോ പ്രാവശ്യം ഇട്ടിട്ട് അടച്ചു വെക്കാം, ചൂടാറാതെ. വീണ്ടും എടുക്കുക. ചെറിയ ഓരോ പോർഷൻസ് എടുത്തിട്ട് ഉരുളകളാക്കി നടുക്കൊരു ചെറിയ കുഴി ഉണ്ടാക്കി കൊടുക്കുക. അതിൽ മസാലകളെല്ലാം നന്നായിട്ട് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ കുഴി ഉണ്ടാക്കി കൊടുക്കുന്നത്. കണ്ടോ, ഈ ഒരു ഷേപ്പിൽ. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ എല്ലാം ഈ ഷേപ്പിൽ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് നേരം ആവിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരട്ടെ. ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, തേങ്ങ വറുത്തരക്കാൻ വേണ്ടിയിട്ടാണ്. തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. 2-3 കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. അധികം ഒന്നും മൂത്തൊന്നും വരണ്ട, ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങിയാൽ മാത്രം മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഈ പൊടികളെല്ലാം, തേങ്ങയും പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇതെല്ലാം പൊടികളെല്ലാം വഴറ്റാനായിട്ട്. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഒരുപാടൊന്നുമല്ല, ബ്രൗൺ കളറായിട്ടില്ല. ഒരു 3 മിനിറ്റ് ഞാൻ വഴറ്റിയിട്ടുള്ളൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് തണുക്കുമ്പോൾ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാനുള്ളതാണ്. ഇത് ഞാൻ നന്നായിട്ട് ഇവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചതച്ച് വെച്ചതാണ്. ഇത്രയും ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അത് ചേർത്തെടുത്ത് ചെറിയ തീയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിം, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. ഇതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാനിവിടെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ്, ഒരു 7-8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അത്രയാണ് ഇത് ചതച്ചത്. പേസ്റ്റ് പോലെയൊന്നും ആക്കണ്ട, ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൂത്ത് വരുമ്പോഴേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 സവാളയാണിത്. 2 മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറിയ പീസാക്കി കൊത്തി അരിഞ്ഞ് വെക്കുന്നവർക്ക് ആ ഒരു രീതിയിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പം അതുകൂടി ചേർത്തിട്ട് തീ ഒരല്പം കൂട്ടി തന്നെ ഇടാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ സവാള നന്നായിട്ട് വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പുകൂടി ചേർത്ത് നന്നായിട്ടിത് വഴറ്റാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. ഇപ്പോൾ സവാള എല്ലാം നന്നായിട്ട് വാടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് പൊടികൾ മാത്രം ചേർത്താൽ മതി. കാര്യം നമ്മൾ തേങ്ങ വറുത്തപ്പോഴേക്കും ബാക്കി പൊടികളെല്ലാം നന്നായിട്ട് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് അളവ് മാത്രം പൊടി, സവാളയിലേക്ക് മാത്രം ആവശ്യത്തിന് പൊടി ചേർത്താൽ മതിയാവും. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരല്പം കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇത്രയും ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ആ പൊടികളുടെ എല്ലാം ഒരു റോസ് സ്മെല്ല് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുള്ളൂ. പറഞ്ഞല്ലോ, ഒരു 2 പേർക്കുള്ള അളവേ ഞാനിവിടെ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ഈ മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തീ കൂട്ടി വെക്കാം കേട്ടോ ഈ സമയത്ത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേറെ വെള്ളമൊന്നും ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണ്ട. ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് ഇതൊന്ന് വെന്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു അല്പം മല്ലിയില കൂടി മുകളിലേക്ക് തൂകുന്നുണ്ട്. ഇനി ഇത് പാത്രം അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം.
അത്ര അടച്ചു വയ്ക്കാം. ഇതൊന്ന് കുക്കാവട്ടെ. അപ്പോഴേക്കും നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇത് മാറ്റാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കനെല്ലാം ആ വെള്ളത്തിൽ തന്നെ കിടന്ന് ഇതെല്ലാം ഒന്ന് കുറച്ച് ഭാഗം ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ തേങ്ങയില്ലേ, വറുത്തരച്ച തേങ്ങ, അത് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഞാൻ അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും പാത്രം അടച്ചു വയ്ക്കാം. വീണ്ടും പാത്രം അടച്ചു വെച്ച് ഈ ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചിക്കനെല്ലാം ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. കുറച്ചുകൂടി ഒന്ന് വേവാവാനുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉരുളകളില്ലേ, പത്തിരിയുടെ, അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ മസാല എല്ലാം ഇതിൽ നന്നായിട്ട് പിടിച്ചിരിക്കണം. പത്തിരിയിൽ നന്നായിട്ട് പിടിച്ചിരിക്കണം. അപ്പോൾ ഈ മസാലയിൽ കിടന്ന് ഇതൊരു 2 മിനിറ്റ് കൂടി ഒന്ന് കുക്കാവണം. പിന്നെ ഇത് ഇരിക്കും തോറും ഒന്ന് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഉടഞ്ഞു പോവാതെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി ഒരു 2 മിനിറ്റ് കൂടി ഇതിങ്ങനെ ഈ മസാലയിൽ കിടന്നിട്ട് ഒന്ന് കുക്കാവണം. അതിനുവേണ്ടി ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഞാനിതിലേക്ക് കുറച്ച് തക്കാളി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്ത് ചുമ്മാ മേളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. തക്കാളി ഒരുപാട് കുക്കാവേണ്ട, എനിക്ക് ആ തക്കാളി അതിലൊന്ന് കടിക്കാൻ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴാണ് തക്കാളി ചേർത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് വഴറ്റിയ സമയത്ത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇതൊരു 2 മിനിറ്റ് നേരം കുക്കായതിനു ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ഡ്രൈ ആവും. അപ്പോഴാണ് ഇത് കറക്റ്റ് പരുവത്തിലെത്തുന്നത്. അപ്പോൾ ഇത്രയും ഒരു ഗ്രേവി ഇതിൽ നിൽക്കട്ടെ. ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പത്തിരി സെർവ് ചെയ്യാൻ പാകത്തിനായിട്ടുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട്, കുഴഞ്ഞു വന്നിട്ടുണ്ട്. അതിൻ്റെ ഗ്രേവി എല്ലാം ഓക്കെ ആയി, നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം, അഭിപ്രായം പറയണം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു.